നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ബാധ്യതയാവുന്ന കാഴ്ചയാണ് പ്രശാന്ത് സാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നത്. ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ എന്ത് എഴുതണമെന്നറിയില്ല, എഴുതിയാൽ തന്നെ അതിനെ ഏത് രീതിയിൽ പ്രചരിപ്പിക്കണമെന്നറിയില്ല. ഒരു വകതിരിവ് വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവർ ഈ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ഇന്ത്യക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അതിനുള്ള ഒരു മെച്യൂരിറ്റി, അങ്ങനെ സംസാരിക്കരുത് എന്ന് കാണിക്കാനുള്ള ഒരു മെച്യൂരിറ്റി കോൺഗ്രസിലെ പല നേതാക്കളും കാണിക്കുന്നില്ല. ശത്രു രാജ്യത്തെ സഹായിക്കുകയല്ലേ ഇവരുടെ ഇന്റൻഷൻ എന്ന് തോന്നിപ്പോകും ചില സമയങ്ങളിൽ. ഇവർ പാകിസ്ഥാന് സഹായം നൽകുന്ന പോലെയാണ് ഇവർ ഇന്ത്യക്കകത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ഇവരിടുന്ന പോസ്റ്റുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? അല്ല, അത് അവർക്ക് ബോധമില്ലാതെ സംസാരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അവരറിയാതെ ചെയ്യുകയാണോ എന്നിങ്ങനെ നീതുവിന് പറയാൻ പറ്റും. അവരത് ആഗ്രഹിച്ചതാണോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന അതാണെങ്കിൽ ആണെങ്കിലോ അപ്പൊ അവർ ചെയ്യുന്ന കാര്യം ശരിയല്ല. അപ്പൊ ഇത് പഹൽഗാം എന്ന് പറയുന്ന സംഭവത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി നമ്മൾ പാകിസ്ഥാന്റെ ബോർഡർ കടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരന്മാരെ ഏതാണ്ട് 400ഓളം ഭീകരന്മാരെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് മുഖേന നമ്മൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊന്നുകളഞ്ഞപ്പോൾ അന്ന് പട്ടാളത്തോട് തെളിവ് ചോദിച്ചാണ് രാഹുൽ ഗാന്ധി. അന്ന് പട്ടാളത്തിനോട് എന്ത് ഇൻസിഡന്റ് പറ്റി അല്ലെങ്കിൽ എവിടെയാണ് സംഭവം, എന്താണ് തെളിവ് എന്നുള്ള രീതിയിൽ BJP-യോട് ചോദിച്ചു. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് കണ്ട് പട്ടാളക്കാർ ഒരു പരിധി വിട്ട് പറയാതിരുന്നപ്പോൾ പട്ടാളത്തോട് തെളിവ് ചോദിച്ചതാണ് ഇവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ രാഹുൽ ഗാന്ധി. അറിയാമോ? അതായത് ബാലാക്കോട്ട് ഭീകരാക്രമണത്തിൽ അന്ന് പട്ടാളത്തോട് ചോദിച്ച തെളിവുകൾ, ഈ തെളിവുകളാണ് അന്ന് ഈ പറയുന്ന കപിൽ സിബലും അല്ലെങ്കിൽ ജയറാം രമേശും മറ്റു കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞ തെളിവുകളാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ളത് ഈ പറയുന്ന ഇന്റർനാഷണൽ ഹാൻഡിലിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അവിടെ ഇത്ര ഭീകരാക്രമണം നടന്നിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരരെ തകർക്കുന്ന ഒരു സംഭവം പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. ഇത് തന്നെയാണ് പഹൽഗാമിന്റെ കാര്യത്തിൽ ഇപ്പൊ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ പഹൽഗാമിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ ഉള്ള ഒരു MLA അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള ഒരു മന്ത്രി, അയാൾ എക്സൈസ് മന്ത്രി പറഞ്ഞ എന്താണ്? ഇത് അവിടെ ആരും മതം ചോദിച്ചിട്ടില്ല, അവിടെ ആരും അത്തരത്തിൽ ഒരു കാര്യം നടത്തിയിട്ടില്ല. ഈ 26 കുടുംബത്തിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള 26 പേര് മരിക്കുമ്പോൾ 26 കുടുംബത്തിൽ നിന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശികൾ 2 പേര് മരിച്ചു, 2 രാജ്യത്തിൽ നിന്നും വന്നവരടുത്ത് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്ക്രിപ്റ്റഡ് ആവുന്നേ? അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു പറയിക്കാൻ സാധിക്കുന്നേ? അവരുടെ ജാതി നോക്കി മാറ്റി നിർത്തി അവരെ കൊന്നു കളഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഇവരെയല്ല ആക്ഷേപിക്കുന്നത്. അതായത് നമ്മുടെ വിക്ടിംസിനെ അല്ലെങ്കിൽ നമ്മുടെ രക്തസാക്ഷികളെ ആക്ഷേപിക്കുന്ന കാര്യമല്ലേ ഇവർ ചെയ്തത്. അതുപോലെ വേറെ ഒരു മന്ത്രി, ഈ പറയുന്ന ബോംബെയിൽ നിന്നുള്ള മന്ത്രിയല്ല ഒരു MLA പറഞ്ഞത് എങ്ങനെയാണ്? അയ്യോ, അതൊന്നും വലിയ കാര്യത്തിൽ എടുക്കണ്ട, അത്തരത്തിലൊന്നും പറഞ്ഞുകൂടാ, അതിവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലൊരു കാര്യം നടന്നാൽ ആ കാര്യത്തിനകത്ത് ഇവർ ഈ പറയുന്ന രാഷ്ട്രീയ ലാഭം എന്തോ? BJP-ക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാവുന്നതാണോ? അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഭീകരന്മാരെ പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ നഷ്ടം ഉണ്ടാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പാർലമെന്റിലെ MP-യുടെ മുഖവും അല്ലെങ്കിൽ നിയമസഭയിലെ ഈ പറയുന്ന MLA-മാരുടെ ഒക്കെ മുഖവും ഇവിടുത്തെ ഭീകരന്മാരുടെ മുഖവും ഒക്കെ സാമ്യമുള്ളതാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് പാർലമെന്റിലും നിയമസഭയിലും വരെ ഭീകരന്മാരെത്തി അല്ലെങ്കിൽ ഭീകരവാദികൾ എത്തി എന്ന് പറയത്തക്ക രീതിയിലേക്കുള്ള കാര്യങ്ങൾ. എവിടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പൊ MLA-യുടെ MP-യുടെ മുഖമണിഞ്ഞ് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖമണിഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ട് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ കൂടെ നിന്ന് ഭീകരവാദത്തെ എതിർക്കുമ്പോൾ ആ ഭീകരവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് അന്താരാഷ്ട്ര അല്ലെങ്കിൽ UN ഉൾപ്പെടെ ഉള്ളിടത്തും അല്ലെ അന്താരാഷ്ട്ര ഹാൻഡിലുകളിലും രക്ഷപ്പെടാൻ ഉപയോഗിക്കേണ്ട മുദ്രാവാക്യങ്ങൾ, വാചകങ്ങൾ എഴുതി കൊടുക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടി പ്രതിപക്ഷ നേതാക്കന്മാർ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹാൻഡിൽ എക്സിൽ കുറിച്ച 200 ബോർഡർ കഴിഞ്ഞ് 200 കിലോമീറ്റർ ഇപ്പുറത്ത് പഹൽഗാമിൽ നടക്കുന്ന ഭീകരാക്രമണം നടക്കണമെങ്കിൽ അത് ഭീകരവാദമാകുന്നെങ്കിൽ അവരെങ്ങനെ തിരിച്ചുപോയി? അത് BJP-യുടെ കുഴപ്പമല്ലേ? അല്ലെങ്കിൽ BJP ഉണ്ടാക്കിയതല്ലേ ഭീകരാക്രമണം? അല്ലെങ്കിൽ ഇത്തരം ഭീകരാക്രമണത്തിനകത്ത് സുരക്ഷാ പരിക്ക് വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ചോദ്യങ്ങൾ? ഈ
ചോദ്യങ്ങൾ എടുത്ത് റീപീറ്റ് ചെയ്ത് പ്രതിപക്ഷ നേതാക്കന്മാരും അവിടുത്തെ ഭരണപക്ഷ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള പാകിസ്ഥാനില് ഇത് ഉപയോഗിക്കുന്നു. നാളെക്കാലത്തെ ഇന്നലെ ഇന്ത്യൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ എല്ലാ രാജ്യവും അത് അംഗീകരിച്ചു. നാളെക്കാലത്തെ ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തു നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം പാകിസ്ഥാൻ തോന്നിവാസത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരതയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് അങ്ങനെയല്ല, അവർ കാണിച്ചല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്താണ്. അവർ പറയുന്ന കാര്യം പ്രതിപക്ഷം ഇവിടെ പറയുമ്പോൾ അതെടുത്ത് അന്താരാഷ്ട്ര അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സഹായമാകുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ ഇവിടുത്തെ കോൺഗ്രസ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് വാദത്തിന്റെ മുഖമണിയുന്നു. അപ്പൊ ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ഭീകരവാദികൾ എത്തി എന്ന് പറയത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതായത് പാകിസ്ഥാനിൽ ഇവിടെ വന്ന് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന MLA-മാരെയും അല്ലെങ്കിൽ MP-മാരെയും ഒക്കെയാണോ ഇവരെന്ന് തോന്നുന്ന രീതിയിലേക്കാണ് ഇവിടെ പ്രസ്താവനകൾ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെള്ളപൂശുന്നു, പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നു, എന്നിട്ട് അത് പ്രതിപക്ഷ കക്ഷികളുടെ പുറത്ത് വെച്ച് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു കോൺഗ്രസ്. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ പാകിസ്ഥാന് ഒത്താശ പാടുന്നു. നേരത്തെ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പണം ഒരുപക്ഷെ പാകിസ്ഥാനും ചൈനയും കൊടുത്തിട്ടുണ്ടെന്നും അവരുടെ പണം മേടിച്ചാണ് 2019 ഇവിടെ ഇലക്ഷനെ നേരിട്ടെന്നുള്ള ആക്ഷേപം അന്വേഷിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അത്തരം ആക്ഷേപം BJP അന്വേഷിച്ചപ്പോൾ അതിന് തെളിവുകൾ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഇതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വ്യക്തത വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇവരുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നായാലും ബാംഗ്ലൂരിൽ നിന്നായാലും ഈ പറയുന്ന സിദ്ധരാമയ്യ ആയാലും അല്ലെങ്കിൽ കാശ്മീരിലെ മുൻ മന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന ആയാലും എല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസ് ഹാൻഡിൽ നിന്ന് എക്സിൽ കുറിച്ച കാര്യമായാലും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവിടുത്തെ ഭീകരവാദികൾ ഒരുപക്ഷെ പാർലമെന്റിലും നിയമസഭയിലും വരെ എത്തി എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തുടരുന്ന ഒരു നിലപാട് രാജ്യത്തിനെതിരെയാണ്. ഇവർ ഇത്തരം പോസ്റ്റുകൾ, ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത്തരം സംഗതികളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കാണ് ഉപകാരമാകുന്നത് എന്ന കാര്യം ഇവർക്ക് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ല കോൺഗ്രസ് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. പക്ഷെ അവര് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തോന്നുകയുള്ളൂ. അപ്പം ആ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.